താരപുത്രി എന്നുള്ള ലേബലിൽ നിന്നും മാറി വളരെ സിമ്പിൾ ലൈഫ് നയിക്കുന്ന ഒരാളാണ് ദിയ കൃഷ്ണ. കൃഷ്ണ സിസ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഒരു പക്ഷേ ദിയയ്ക്കായിരിക്കും. കോളേജ് പഠനത്തിന് ശേഷം സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിച്ചു. ഫാൻസി ആഭരണങ്ങളുടെ ഓൺലൈൻ വിൽപ്പനയിലൂടെയും യൂട്യൂബ് വ്ളോഗിങ്ങിലൂടെയുമാണ് തനിക്കുള്ള വരുമാനം സമ്പാദിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ദിയ താൻ പ്രണയത്തിലാണെന്ന വിവരം വെളിപ്പെടുത്തിയത്. സുഹൃത്തായ അശ്വിൻ തന്നോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നതിൻ്റെ വീഡിയോ ദിയ പങ്കുവച്ചത് വൈറലായിരുന്നു. ഇരുവരും തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. ഒരു മോതിരമൊക്കെ സിനിമാ സ്റ്റൈലിലാണ് അശ്വിൻ പ്രപ്പോസ് ചെയ്തത്. ദിയ വിവാഹത്തിന് സമ്മതം പറഞ്ഞതോടെ പണിയിപ്പിച്ചു കൊണ്ടുവന്ന മോതിരം അശ്വിൻ വിരലിൽ അണിയിക്കുകയായിരുന്നു. എന്നാൽ ദിയയും അശ്വിനും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് കൃഷ്ണകുമാറോ സഹോദരിമാരായ അഹാനയോ ഇഷാനിയോ ഹൻസികയോ അമ്മ സിന്ധുവോ ഒന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അശ്വിൻ ദിയയുടെ വീട്ടിൽ വന്നതും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെയും വീഡിയോ ദിയ പങ്കുവച്ചിരുന്നു. ദിയയും അശ്വിനും ചേർന്ന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച എക്സിബിഷനിൽ പങ്കെടുക്കാൻ ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ എത്തിയിരുന്നു. സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് അശ്വിൻ. ദിയയുടെ സർപ്രൈസ് പ്രൊപ്പോസൽ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആണ്. അതേസമയം കാമുകനൊപ്പം ദുബായ് ട്രിപ്പിന് ഒരുങ്ങുകയാണ് ദിയ കൃഷ്ണ. ഫെബ്രുവരി ആദ്യ ആഴ്ച തന്നെ തങ്ങൾ ദുബായ്ക്ക് തിരിക്കുമെന്ന് ദിയ തന്നെ പുതിയ വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദിയ മുമ്പും കുടുംബത്തോടൊപ്പം ദുബായ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അശ്വിൻ ആദ്യമായാണ് ദുബായ്ക്ക് പോകുന്നത്. ദുബായ് യാത്രയ്ക്കുള്ള പർച്ചേസിംഗ് ഇതിനോടകം ദിയ പൂർത്തിയാക്കി കഴിഞ്ഞു. മുഴുവൻ വസ്ത്രങ്ങളും ഓൺലൈനായും മറ്റുമാണ് വാങ്ങിയത്. മറ്റൊരു വിദേശ രാജ്യത്തേക്കാണ് പോകുന്നത് എന്നതുകൊണ്ട് തന്നെ മോഡേൺ വസ്ത്രങ്ങളാണ് ദിയ കൂടുതലായും ചൂസ് ചെയ്തേക്കുന്നത്. സെക്സി ഗ്ലാമർ ലുക്ക് നൽകുന്ന വസ്ത്രങ്ങൾ ഏറെയും ദിയയ്ക്കായി സെലക്ട് ചെയ്തത് അശ്വിനാണ്. താൻ അത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത് അശ്വിന് ഇഷ്ടമാണെന്നും മറ്റുള്ള രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ മാത്രമേ താൻ അവ ഉപയോഗിക്കൂവെന്നും അശ്വിന് അറിയാമെന്നും പുതിയ വീഡിയോയിൽ ദിയ പറയുന്നുണ്ട്. പ്രണയം പരസ്യപ്പെടുത്തുന്നതിന് മുമ്പ് മാൽദീവ്സിൽ പോയപ്പോഴും ദിയയുടെ വസ്ത്രങ്ങൾ സെലക്ട് ചെയ്തത് അശ്വിനായിരുന്നു. നാട്ടിൽ ഇത്തരം മോഡേൺ വസ്ത്രങ്ങൾ സൊസൈറ്റി കാരണം താൻ അധികം ഉപയോഗിക്കാറില്ല. തനിക്കൊപ്പം കൂടിയ ശേഷം സ്ത്രീകളുടെ വസ്ത്രങ്ങളെക്കുറിച്ചെല്ലാം അശ്വിന് നല്ല അറിവാണ്. പീരീഡ്സ് ആകുമ്പോൾ പാഡ് വാങ്ങാൻ പറഞ്ഞു വിട്ടാൽ കോൺഫിഡൻസോടെ പോയി വാങ്ങിയിട്ട് വരുന്ന സുഹൃത്താണ്. തൻ്റെ ആൺ സുഹൃത്തുക്കളിൽ പലർക്കും പാഡിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലാത്തവരാണെന്നും എന്നാൽ അശ്വിന് അങ്ങനെയല്ലെന്നും ദിയ പറയുന്നു. ഫെബ്രുവരിയിൽ ദുബായ് വ്ളോഗുകൾ പങ്കുവെക്കുമെന്ന് അറിയിച്ചാണ് ദിയയുടെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. കുടുംബജീവിതം അതിയായി ആഗ്രഹിക്കുന്ന ഒരാളാണ് ദിയ. അതുകൊണ്ട് തന്നെ തൻ്റെ വിവാഹം ഈ വർഷമോ അടുത്ത വർഷമോ ഉണ്ടാകുമെന്ന് ദിയ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അശ്വിൻ ദിയ കോംബോയ്ക്ക് നിരവധി ആരാധകരാണുള്ളത്. ദിയയും അമ്മ സിന്ധുവിനെ പോലെ നല്ലൊരു ഭാര്യയും അമ്മയാകുമെന്നാണ് ആരാധകരിൽ ഏറെ പേർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അശ്വിനെ പോലൊരു നല്ല പങ്കാളിയെ കിട്ടിയ ദിയയെ അഭിനന്ദിച്ചുകൊണ്ടുള്ളതാണ് കമൻറ്റുകൾ ഏറെയും. ദിയയുടെ സ്വപ്നങ്ങൾക്കൊത്ത് സഞ്ചരിക്കാനാണ് അശ്വിന് ഇഷ്ടമെന്നത് വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും കമൻറ്റുകളുണ്ട്. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.